السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحدي فأنت نور الهدى في كل كائنتي وأنت سر الندى يا خير معتمدي. ഏറ്റവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ പ്രിയപ്പെട്ട ഉസ്താദുമാർ, ശ്രോതാക്കളെ, നമുക്കറിയാം, ലോകത്തുള്ള സർവ വസ്തുക്കൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാതൃകയാണ്, അനുഗ്രഹമാണ്. ലോകത്തിന് തുല്യതയില്ലാത്ത ഒരേയൊരു നേതാവ്, അഖില ലോകത്തിനും അനുഗ്രഹമായ ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന് നമുക്കറിയാം. കാരണം എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുകയാണ്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബിയേ, അങ്ങയെ ഈ ലോകർക്ക് അനുഗ്രഹമല്ലാതെ ഞാൻ അയച്ചിട്ടില്ല. ഈ ലോകത്തുള്ള സർവ്വ വസ്തുക്കൾക്കും അങ്ങയെ അനുഗ്രഹമായിട്ടാണ് ഞാൻ അയച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പറയുമ്പോൾ, അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവന് പറ്റുന്ന ഏറ്റവും വലിയ അടയാളം എന്തെന്നറിയാമോ? അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നവന്റെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? അവൻ അള്ളാന്റെ റസൂലിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവനാ. അള്ളാന്റെ റസൂലിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നവന്റെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? ഒന്നാമത്തെ ഗുണം എന്തെന്നറിയുമോ? അവൻ അള്ളാന്റെ റസൂലിനെ മുറുകെ പിടിക്കുന്നവനാ. അള്ളാന്റെ റസൂലിന്റെ തിരിച്ചറിയെ മുറുകെ പിടിക്കുന്നവനാ. കാരണം അള്ളാന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, വമൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. ആരെങ്കിലും എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിച്ചാൽ, ആരെങ്കിലും എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിച്ചാൽ അവൻ എന്നെ സ്നേഹിക്കുന്നവനാ. ആരെങ്കിലും എന്നെ സ്നേഹിച്ചാ കാന മഈ ഫിൽ ജന്ന, അവൻ നാളെ സ്വർഗത്തിൽ എൻ്റെ കൂടെയാണെന്ന് അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിലേക്ക് ഒരു സ്വഹാബി വരൻ വന്നുകൊണ്ട് പറയുകയാ, മതാ സഅത്ത് യാ റസൂലല്ലാഹ്, എപ്പോഴാ ഖിയാമത്ത് നാൾ നബിയേ, എപ്പോഴാ അന്ത്യനാൾ നബിയേ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മാ ഉഇദ്ദത ലഹാ, അതിനുവേണ്ടി നീ എന്തേ തയ്യാറായത്? എന്തേ നീ ഖിയാമത്ത് നാളിലേക്ക് എന്തേ തയ്യാറായതെന്ന് ചോദിച്ചപ്പോ ആ സ്വഹാബി വരന് പറയുകയാണ്, നബിയേ, ഒരുപാട് ഇബാദത്തുകളില്ല, സൽപ്രവർത്തനങ്ങളില്ല, നല്ല കാര്യങ്ങളില്ല, ഫർളായ കാര്യങ്ങൾ മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ. മറിച്ച് അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ ഹൃദയത്തിൽ കൊണ്ടു നടന്നിട്ടുണ്ട്. ഹൃദയത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ കൊണ്ടു നടന്നിട്ടുണ്ട്. എൻ്റെ നഫ്സിനേക്കാൾ, എൻ്റെ ശരീരത്തെക്കാൾ, എൻ്റെ കൂടപ്പിറപ്പിനേക്കാൾ, വേണ്ടപ്പെട്ടവരെക്കാൾ അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ മനസ്സിൽ കൊണ്ട് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറയുകയാ, അൻത മഅമൻ അഹബബ്ത, നീ ആരെയാണോ ഫോളോ ചെയ്യുന്നത്, ആരെയാണോ ഇഷ്ടപ്പെടുന്നത്, അവരുടെ കൂടെയാണെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ആരാ മുത്തുനബി എന്നറിയോ? അള്ളാന്റെ പ്രവാചകന്റെ പ്രിയ പത്നി ആയിഷ ബിബി റളിയല്ലാഹു അൻഹാ. അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പത്നിയാണല്ലോ, അതേ ഭാര്യയാണല്ലോ. അവിടത്തോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, ആയിഷ ഉമ്മ, അള്ളാന്റെ റസൂലിന്റെ സ്വഭാവം എങ്ങനെയാണ്? ആയിഷ ഉമ്മ, എങ്ങനെയാണ് അള്ളാന്റെ റസൂലിന്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചപ്പോ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാ,
കാന ഖുലുഖുഹു ഖുർആനാ, എൻ്റെ ഭർത്താവ് ഖുർആനായിരുന്നു. എൻ്റെ ഭർത്താവ് ഖുർആൻ പോലെയാണ് ജീവിച്ചത്. പരിശുദ്ധമായ ഖുർആൻ എങ്ങനെയാണോ നമ്മോട് കൽപ്പിക്കപ്പെട്ടത് അതുപോലെയാ ജീവിച്ചതെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പ്രിയപത്നി ആയിഷ ബീവി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ തീരുമാനമെടുക്ക്. ആരെയാ ഫോളോ ചെയ്യേണ്ടത്, ആരെയാ പിൻപറ്റേണ്ടത്, ആരെയാ പിന്തുടരേണ്ടത്? മറിച്ച് ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ അഹങ്കാരത്തോടെ നടന്ന്, അഹംഭാവത്തോടെ നടന്ന്, വേണ്ടാത്തത് കാണിച്ച്, തോന്നിവാസങ്ങളെ കാണിച്ച്, എൻ്റെ പ്രിയപ്പെട്ടവരെ, മ്ലേച്ഛമായ, മോശമായ, അതേ മറ്റുള്ള വൃത്തികെട്ട, അതുപോലെ കേട്ടാൽ അറപ്പ് തോന്നുന്ന വാക്കുകൾ പറയുമ്പോ അതിന് ആക്കം കൂട്ടാൻ, അതിന് ജയ് വിളിക്കാൻ ആരാ കൂടുന്നതെന്നറിയോ? 20ഉം 25ഉം പ്രായമായ ചെറുപ്പക്കാരാ, 8ലും 10ലും പഠിക്കുന്ന പിഞ്ചു ബാല്യങ്ങളാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന് ഹൃദയത്തിന്റെ ഉള്ളറകളെ കൊണ്ട് നടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ആരാ ലോകത്തിന്റെ നേതാവ് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കാത്തിരിക്കുന്ന പ്രവാചകന്റെ കൂടപ്പിറപ്പ് ആരെന്നറിയോ? സ്വഹാബാ. അവർ വരാനിരിക്കുന്ന ഒരു വിഭാഗമാ, അവർ വരാനിരിക്കുന്ന ഒരു വിഭാഗമാ. അവർ ഇതുവരെ എന്നെ കണ്ടിട്ടില്ല, എന്നെ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിലും അവന്റെ മാതാപിതാക്കളെക്കാൾ, കുടുംബക്കാരെക്കാൾ, കുടുംബനികളെക്കാൾ, ഭാര്യ സന്താനങ്ങളെക്കാൾ, വേണ്ടപ്പെട്ടവരെക്കാൾ, കൂടപ്പിറപ്പിനേക്കാൾ, എന്തിന് സ്വന്തം നഫ്സിനേക്കാൾ എന്നെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം വരാനുണ്ട് സ്വഹാബാ. അവരാ എൻ്റെ കൂടപ്പിറപ്പ്, അവരാ എൻ്റെ കൂടപ്പിറപ്പെന്ന് ആദരവായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവർ എത്രത്തോളം സ്നേഹിക്കണം? നമ്മുടെ മാതാപിതാക്കളെക്കാൾ, ഉസ്താദുമാരെക്കാൾ, വേണ്ട വിധത്തിൽ സ്നേഹിക്കുന്ന ഭാര്യ സന്താനങ്ങളെക്കാൾ അള്ളാന്റെ റസൂലിനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ദിനം എപ്പോഴാണോ അപ്പോൾ മാത്രമേ നമ്മുടെ ഈമാൻ പൂർണ്ണമാകുമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ എങ്ങനെ സ്നേഹിക്കണം? ആമിനു കമാ ആമനന്നാസ്, ഖുർആൻ പറഞ്ഞു തന്നതുപോലെ, സ്വഹാബികൾ കാണിച്ചു തന്നതുപോലെ, മറ്റുള്ള പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ സ്നേഹിക്കാൻ പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വഹാബികൾ എങ്ങനെ സ്നേഹിച്ചത്, എങ്ങനെയാണ് സ്വഹാബികളെ സ്നേഹിച്ചത്? ഒറ്റൊരു ചരിത്രം ഞാൻ പറഞ്ഞു തരാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു അള്ളാന്റെ റസൂലിന്റെ സ്വഹാബിയാണല്ലോ. മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു അള്ളാന്റെ റസൂലിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചവരാ. കാലിൽ ഒരു മുള്ള തറക്കുന്നത് പോലെ വേദനിക്കുന്ന ആ സ്വഹാബി വര്യനെ ഇസ്ലാമിന്റെ ശത്രുക്കള് ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന സ്ഥലത്ത്, പറഞ്ഞു വെച്ച സ്ഥലത്ത്, സമയത്ത്, കാലത്ത് കൊണ്ടുവന്നപ്പോ സ്വഹാബികളെല്ലാം സങ്കടത്തിലാ, എല്ലാവരും സങ്കടത്തിലാ, എല്ലാവരും വിഷമത്തിലാ. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ചിരിക്കുകയാ. അവസാനം അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ വെട്ടി മുറിക്കുന്നതിന് വേണ്ടി, കാലുകൾ വെട്ടി മുറിക്കുന്നതിന് വേണ്ടി ഒരു മനുഷ്യൻ വാളുമായിട്ട് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് ചാടിയപ്പോ സുബ്ഹാനല്ലാഹ്, അതേ അള്ളാന്റെ റസൂലിന്റെ സ്വഹാബി അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യന്റെ മുന്നിൽ വന്ന് ചിരിക്കുകയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും കൂടുതൽ പോയാൽ എൻ്റെ ജീവനല്ലേ പോകൂ നാഥാ, പോയാൽ എൻ്റെ ജീവനല്ലേ പോകൂ തമ്പുരാനെ, എന്നെ അള്ളാന്റെ റസൂല് സ്വർഗത്തിൽ കൊണ്ടുപോകുമല്ലോ എന്ന് പറഞ്ഞിട്ട് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു, അതേ മഹബത്ത് എന്ന് പറഞ്ഞാലതാ, ധൈര്യമെന്ന് പറഞ്ഞാലതാ, ഇഷ്ക് എന്ന് പറഞ്ഞാലതാ. ഞാൻ ചുരുക്കി സംസാരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെ സ്വലാത്ത് ചൊല്ലണമെന്നറിയോ? ആത്മാർത്ഥമായി സ്വലാത്ത് ചൊല്ലുന്നവന് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാ, നബിയേ, അങ്ങയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവനുണ്ടല്ലോ, അവരുടെ റൂഹ് പിടിക്കുന്നത്, അവരുടെ റൂഹ് പിടിക്കുന്നത് സാധാരണ ജനങ്ങളുടെ റൂഹ് പിടിക്കുന്നത് പോലെയല്ല, മറിച്ച് അവരുടെ റൂഹ് പിടിക്കുന്നത് അനാ അഖ്ബലു റൂഹഹു കമാ അഖ്ബലുൽ അർവാഹുൽ അംബിയാ. പ്രവാചകന്മാരുടെ, അമ്പിയാക്കന്മാരുടെ റൂഹ് പിടിക്കും പോലെ പിടിക്കുമെന്ന് നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നവന് കിട്ടുന്ന പ്രതിഫലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാർത്ഥമായി സ്നേഹിക്കാൻ, ആത്മാർത്ഥമായി മനസ്സിൽ കൊണ്ട് നടക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.